തീർച്ചയായും ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായി മുതലെടുക്കുന്ന ചോദ്യങ്ങളുണ്ട്. കാരണം ഇത് കോൺഗ്രസ് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഒരു ഭാഗം പറയും. ഇത് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് സർക്കാർ പറയും. കാരണം RCB മാനേജ്മെന്റിനാണെങ്കിൽ അത് സർക്കാർ പോലീസ് ആയിരുന്നല്ലോ ഇത് ചെയ്യേണ്ടതെന്ന് അവർ പറയും. ആരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അതേസമയം ചില മുതലെടുപ്പുകൾ പറയുന്നത് കാരണം വിരാട് കോഹ്ലിയാണ് ഇതിന്റെ ഉത്തരവാദി. ഒറ്റ വാക്ക് വിരാട് കോഹ്ലിക്ക് മുകളിൽ വയ്ക്കുക, അതുപോലെ ഒരു വലിയ സൈബർ അറ്റാക്ക്, അത് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ കാണുകയാണ്. അത് വിരാട് കോഹ്ലി ആകട്ടെ, അദ്ദേഹത്തിന്റെ ഭാര്യ അനുഷ്ക ശർമ്മയാകട്ടെ, ഇവരൊക്കെ ഉത്തരം പറയേണ്ടി വരും. കാരണം 11 പേരുടെ മരണത്തിനെന്ന അവസ്ഥയിലേക്കാണ്. അത് ഈ സൈബർ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ സർക്കാരിനെതിരെ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ വികാരം ഒരു ഭാഗത്തു നിന്നുണ്ടാകും. അല്ലെങ്കിൽ സർക്കാരാണ് ഉത്തരവാദി എന്ന രൂപത്തിലെ കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ നിർബന്ധമായി മറുപടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വികാരത്തെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനാണ് സൈബർ ലോകത്ത് എല്ലാവരും ഉണ്ട്. അതിനകത്ത് കോൺഗ്രസും ഉണ്ട്, BJP ഉണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ വികാരത്തെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് സ്വാഭാവികമായും ഈ വിരാട് കോഹ്ലിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിരാട് കോഹ്ലി ഇതിനകത്ത് ഒന്നും അറിയില്ല, പക്ഷേ ആഘോഷത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു തെറ്റായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം താരങ്ങളാണ്, അവർ അകത്ത് നിൽക്കുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇത് അറിഞ്ഞു വെച്ചിരുന്ന ആളുകൾ സർക്കാരാണ്, പോലീസാണ്, മറ്റ് സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റ് പോലുള്ള ആ തരത്തിലുള്ള സംവിധാനമാണ്. പക്ഷേ താരങ്ങളെ സംബന്ധിച്ച് ഇവർ ഇതൊന്നും അറിയുന്നില്ല. ഇവർ ആഘോഷത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ആ അറിഞ്ഞപ്പോൾ തന്നെ അവർ പോകാൻ തയ്യാറായി, അത് വേറൊരു വിഷയം. പക്ഷേ ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്ത് വിഷയം. ഇത് ഈ വിരാട് കോഹ്ലിയിലേക്കും ഒക്കെ പോകുന്നത് സൈബർ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. വിരാട് കോഹ്ലിയെ 10 ചീത്ത പറഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ പോസ്റ്റ് ഇട്ടാലും അത് വൈറലാകും. അതുകൊണ്ട് അത് വിരാട് കോഹ്ലി ഉണ്ട്. അതിനൊപ്പം വിരാട് കോഹ്ലി മാത്രമല്ല, മറ്റൊരു താരത്തെ പോലെ അല്ല വിരാട് കോഹ്ലി, അപ്പുറത്ത് അനുഷ്ക ശർമ്മ കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത് വൈറലാകും, വലിയ ചർച്ചയാകും. ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം ഈ താരങ്ങളുടെ തലയിലേക്കാണ് കൊണ്ടുപോകുന്നത്.